ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ദ മല്ലു ബിഗ് ബോസ്. അതെ, അപ്പോൾ പുതിയൊരു ബിഗ് ബോസ് സീസൺ കൂടി വരുമ്പോൾ പ്രേക്ഷകരുടെ ചോദ്യങ്ങളും അതുപോലെ തന്നെ ട്രോളുകളും ഫൈറ്റുകളും കഴിഞ്ഞ വർഷത്തെയും അതിന് മുന്നത്തെ വർഷത്തെയും എപ്പിസോഡുകളുമൊക്കെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചകളും വൈറലും താരങ്ങളും ഒക്കെ ആവുകയാണ്. എന്തായാലും ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് പ്രേക്ഷകർ എല്ലാ സീസണുകളിലും ചോദിക്കുന്നതാണ്. അതായത് രജിത് കുമാറിൻ്റെ സീസൺ മുതൽ ഇങ്ങോട്ട് ഓരോ കാര്യങ്ങൾ ഓരോ ബിഗ് ബോസ് സീസണുകളിലും ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ ബിഗ് ബോസിൽ നോക്കുകയാണെങ്കിൽ ജാസ്മിൻ്റെ കാര്യത്തിലും ബാക്കി കാര്യത്തിലുമൊക്കെ പലരും പറഞ്ഞു ബിഗ് ബോസ് പന്തിവിഷം കാണിക്കുന്നു, പക്ഷപാതം കാണിക്കുന്നു, സ്ക്രിപ്റ്റഡ് ആണ് എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഇതിന് കൃത്യമായിട്ടുള്ള എവിഡൻസ് എന്ന രീതിയിൽ നമ്മുടെ യൂട്യൂബിൽ തന്നെ കുറേ ഷോർട്സ് വീഡിയോസ്, എഡിറ്റഡ് വീഡിയോസൊക്കെ ഉണ്ട്. പക്ഷേ ഇതുവരെയും അവിടെ നിന്ന് പോയി വന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് സ്ക്രിപ്റ്റഡ് അല്ല, ഇറ്റ്സ് എ മൈൻഡ് ഗെയിം. നമ്മൾ ആ ഒരു വീട്ടിനകത്ത് ചിലപ്പോൾ ഒരു പ്രത്യേക അജണ്ട ഒരു സമയത്ത് ആ ഷോയുടെ റേറ്റിങ്ങിന് വേണ്ടി ബിഗ് ബോസിന് ഉണ്ടായേക്കാം. പക്ഷേ അതിനകത്ത് നടക്കുന്നതും വളരെ ഓർഗാനിക്കായിട്ട് നടക്കുന്ന വിഷയങ്ങളും സംസാരങ്ങളും കൊടുക്കുന്ന ടാസ്കുകളെല്ലാം പ്രീ പ്ലാൻഡ് ആണ്. പക്ഷേ അതിനകത്തുണ്ടാകുന്ന ഇൻട്രാക്ഷൻസ് എല്ലാം വളരെയധികം ഓർഗാനിക്കും നാച്ചുറലുമാണ്. പക്ഷേ അതിനെപ്പോലും ഇപ്പോൾ സ്ക്രിപ്റ്റഡ് എന്ന് പറഞ്ഞ് ബിഗ് ബോസിനെതിരെ ഓരോ സമയത്തും ഓരോ സീസണിലും ഇത്തരത്തിൽ ഒരു സൈബർ ബുള്ളിങ് നടക്കാറുണ്ട്. എന്തായാലും ബിഗ് ബോസ് സീസൺ 7 വരുമ്പോൾ ഇത്തരത്തിൽ നടക്കുന്നതിനെ പോലും തീർച്ചയായിട്ടും ഒഴിവാക്കിക്കൊണ്ട് അതിനുള്ള ഇട പോലും കൊടുക്കാത്ത രീതിയിൽ വളരെയധികം മികച്ച സീസണായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും എടുത്ത് പറയാനുള്ളത് വൈൽഡ് കാർഡ് എൻട്രികളുടെ എണ്ണം കുറയ്ക്കുന്നു എന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ്. കാരണം കുറച്ചുകൂടി നാച്ചുറലായിട്ട്, കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട്, പുറത്തുനിന്ന് വലിയ ഇൻഫർമേഷൻ്റെ ഒന്നും അകമ്പടി ഇല്ലാതെ നമ്മുടെ ബിഗ് ബോസ് സീസൺ നടത്തി കഴിഞ്ഞാൽ അത് പ്രേക്ഷകരും കൂടുതൽ സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇത്തവണ ലാലേട്ടൻ്റെ ബർത്ത്ഡേ എന്നും ബിഗ് ബോസ് സീസണിൻ്റെ അകത്ത് വെച്ച് സെലിബ്രേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ കൂടുതൽ അല്ലാത്ത താരങ്ങളെയും മറ്റ് അന്യഭാഷാ താരങ്ങളെയും ഒക്കെ കൊണ്ടുവന്ന് കുറച്ചുകൂടി എൻഗേജിങ് ആക്കുകയും പ്രേക്ഷകരുടെ പങ്കാളിത്തം ഈ ഒരു കോമണറെ എടുക്കുന്നതിനപ്പുറം പ്രേക്ഷകരുടെ പങ്കാളിത്തം വോട്ടിങ്ങിനും അപ്പുറത്തേക്ക് നീട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ജനപങ്കാളിത്തം കൂടും. അതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ക്രൂവിന് മെമ്പേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാത്തിരിക്കാൻ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്.